നമസ്കാരം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് മുൻപ് നടത്തിയ പഠനം ഉന്നത ഉദ്യോഗസ്ഥർ ഗൗരവമായി എടുത്തില്ലെന്ന മന്ത്രി വീണ ജോർജിന്റെ പരാമർശത്തിനെതിരെ ആരോഗ്യവകുപ്പിൽ വ്യാപക പ്രതിഷേധമുയരുമ്പോൾ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് വീണ ജോർജിൽ നിന്നും ഈ വിഷയത്തിൽ വിശദീകരണം ചോദിക്കാനൊരുങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യവകുപ്പിൽ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ മന്ത്രിയെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആകുന്നില്ലെന്ന പരാതിയുമായി വകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് കാര്യം ബോധിപ്പിച്ച് മടങ്ങേണ്ട അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ. ആരോഗ്യമന്ത്രി CPM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണെങ്കിൽ കമ്മിറ്റിയിലെ സ്ഥിര അംഗമായ പ്രൈവറ്റ് സെക്രട്ടറിക്കാണ് വകുപ്പിൽ പവർ കൂടുതലുള്ളത്. ആരോഗ്യവകുപ്പിന്റെ കഴിവുകേടിന് ഒരു പഠനം ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടാണ് മന്ത്രി വീണ ജോർജിന്റേതെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവിധ സംഘടനകൾ ആരോപിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും പ്രൈവറ്റ് സെക്രട്ടറി കെ സജീവനുമെതിരെയാണ് ഉദ്യോഗസ്ഥർ പരാതി ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിനേക്കാൾ പ്രയാസമാണ് മന്ത്രി വീണ ജോർജിനെ കാണാനെന്നാണ് ഉദ്യോഗസ്ഥരുടെ പരാതി. പ്രൈവറ്റ് സെക്രട്ടറി കെ സജീവനെ കാര്യം ബോധിപ്പിച്ച് അനുമതി ലഭിച്ചാൽ മാത്രമേ മന്ത്രി സമക്ഷം എത്താനാകൂ. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ സജീവൻ ഒരിക്കലും ഫോൺ എടുക്കാറില്ല. അതിനാൽ നേരിട്ട് വന്നാൽ മാത്രമേ കാണാനാകൂ. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തിയ പഠനത്തിൽ തുടർ നടപടി ഉണ്ടായില്ലെന്ന്, ഒരു ഫയൽ പോലും ആയില്ലെന്ന് മന്ത്രി വീണ ജോർജിന്റെ അഭിപ്രായമാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ചൊടിപ്പിക്കുന്ന മറ്റൊരു വിഷയം. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പഠന റിപ്പോർട്ടിന്റെ ഒരു പേജ് മാത്രം വീണ ജോർജ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചത്. ഗവേഷണ പ്രബന്ധത്തിൽ നിന്നും പ്രസിദ്ധീകരണ തീയതി മന്ത്രി ഒഴിവാക്കിയിരുന്നു. 2013 ജനുവരി മുതൽ ഡിസംബർ വരെ നടന്ന പഠനത്തിന്റെ റിപ്പോർട്ട് 2013 തന്നെ പ്രസിദ്ധീകരിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാദം. ഉമ്മൻചാണ്ടി സർക്കാരും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ശ്രദ്ധിച്ചില്ലെന്നും മന്ത്രി ആരോപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ അന്ന ചെറിയാനും R ജ്യോതിയുമാണ് നേത്രപടലത്തിൽ അൾസർ ബാധിച്ച രോഗികളിൽ പഠനം നടത്തിയത്. 2018 ജനുവരി മാർച്ച് കാലയളവിൽ എന്നതാണ് ജേണലിൽ നൽകിയിട്ടുള്ളത്. അഗാന്ത അമീബിയ എന്ന വിഭാഗത്തിലുള്ള അമീബിയാണ് 64% രോഗികളിലും രോഗകാരണമെന്ന് കണ്ടെത്തി. കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് അമീബബാധ ഉണ്ടായതായി സംശയിക്കുന്നതെന്നും പറയുന്നുണ്ട്. 350 രോഗികളിലായിരുന്നു പഠനം നടന്നത്. തിരുവനന്തപുരം 255 പേർക്കും, കൊല്ലത്ത് 69, പത്തനംതിട്ട 6, ആലപ്പുഴ 5, കോട്ടയത്ത് 4 പേർക്ക് അഗാന്ത അമീബിയ കാരണമാണ് രോഗമുണ്ടായതെന്നും റിപ്പോർട്ടിലുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള സാഹചര്യത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിലെ മരണക്കണക്കിന് പിന്നാലെ പഠനത്തെ ചൊല്ലിയും വിവാദമുണ്ടായതിൽ CPM നേതൃത്വവും അതൃപ്തിയിലാണ്. ഇക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിന് മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിശദീകരണം ചോദിക്കുമെന്നാണ് സൂചന. നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് മന്ത്രി വീണ ജോർജിന് അബദ്ധമുണ്ടായത് എങ്ങനെയെന്ന് പാർട്ടി തലത്തിലും പരിശോധിക്കും. 2013 റിപ്പോർട്ട് കിട്ടിയെന്നും അന്ന് സർക്കാർ എന്ത് സ്വീകരിച്ചുവെന്നും ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ലെന്നുമാണ് മന്ത്രി അഭിപ്രായപ്പെട്ടത്. ഇതെല്ലാം ഇപ്പോൾ CPMനെ തന്നെ തിരിഞ്ഞുകുത്തുകയാണ്. നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് കണക്കുകളിൽ ആരോഗ്യവകുപ്പിന് തിരുത്തൽ നടത്തേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് വിവാദവും എത്തിയത്. അതിനിടെ സംസ്ഥാനത്ത് അമീബിക് മെനിഞ്ചിറ്റിസ് പടരുന്ന സാഹചര്യത്തിൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ നീന്തൽക്കുളങ്ങൾക്കായി കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പൊതു സ്വകാര്യ മേഖലകളിലുള്ള എല്ലാ നീന്തൽക്കുളങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. രോഗം വ്യാപിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ നീന്തൽക്കുളങ്ങൾ വഴിയും രോഗം പടരാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ മാസം 27-നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന ഈ ഉത്തരവ് പുറത്തിറക്കിയത്. കഴിഞ്ഞ മാസം ആക്കുളത്തെ നീന്തൽക്കുളത്തിൽ 17-കാരന് രോഗം സ്ഥിരീകരിക്കുന്നതിന് 2 ആഴ്ച മുൻപാണ് ഈ ഉത്തരവ് നിലവിൽ വന്നത്.